بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حي الرحمة ميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير ما سامني الدهر ضيما واستجرت به إلا ونلت جوارا منه لم يضمي ولا التمست غنى الدارين من يده إلا استلمت الندى من خير مستلمي ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്വദുന്നാസ് ആയിരുന്നു എന്ന നമ്മുടെ ഈ ക്യാമ്പയിനിലെ 6ാമത്തെ ക്ലാസ്സാണിത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധനവിനിയോഗത്തിൻ്റെ ഒരു ടോട്ടലായുള്ള ഒരു വിവരണവുമാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് അന്ന് നബി തങ്ങളെ കാലത്ത് പ്രത്യേകിച്ച് മദീനയിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളവർ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ സമ്പത്തുകൾ മുഴുവനും തോട്ടങ്ങളൊഴിച്ചിട്ടുള്ള എല്ലാ സമ്പത്തുകളും റസൂലുള്ളാഹി തങ്ങൾ ധർമ്മം ചെയ്യലായിരുന്നു പതിവ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഓരോരോ ദിവസത്തേക്ക് ഓരോരോ ഹിസ്ബ് തോതിൽ സ്വലാത്തുണ്ടാക്കിയ ഒരു മഹാനാണ്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് ദലായിലുൽ ഖൈറാത്ത് എന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദലായിലുൽ ഖൈറാത്ത് ആയിരിക്കുമെന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ഓതുന്ന മാതിരി ഓതുന്ന ഒരു ഗ്രന്ഥം ഏതാന്ന് വെച്ചാൽ ഖുർആൻ കഴിഞ്ഞ ദലായിലുൽ ഖൈറാത്താണ്. അതിലെ വ്യാഴാഴ്ചത്തെ ഹിസ്ബ്, അതാണ് നാം നമ്മുടെ ആമുഖത്തിൽ ഖുതുബയിൽ നാം സ്വലാത്തായി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പയിന് എന്താ? അല്ലാഹുമ്മ, വ്യാഴാഴ്ചത്തെ സ്വലാത്തിലാണതുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ. എന്താണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി? ആ മുഹമ്മദ് എന്നതിൻ്റെ പേരിൻ്റെ പ്രത്യേകത എന്താ? ഹാഇർ റഹ്മ. അതിലുള്ള മുഹമ്മദ് എന്നുള്ളതിൽ ഒരു ഹാ ഉണ്ട്. ആ ഹാ റഹ്മത്തിൻ്റെ ഹാ ആണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിനിക്ക് മുഴുവനും റഹ്മത്തായി പഠിച്ചതായ റസൂലുള്ളാഹിയാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ്റെ ഹാ ആണ് ഇതിലുള്ളത്. വ മീമയിൽ മുൽക്ക്, മുഹമ്മദ് എന്നുള്ളതിൽ തുടക്കത്തിൽ മീമുമുണ്ട്, മധ്യത്തിൽ ഒരു ശ്രദ്ധാക്കപ്പെട്ട മീമുമുണ്ട്. ആ മീമ് അധികാരത്തിൻ്റെ 2 മീമാണ്. മുൽക്ക് എന്ന് പറയുന്ന അതിൽ നിന്ന് പോന്ന അതിൻ്റെ അധിക്ഷരമായ മുൽക്കിൻ്റെ മീമാണത്. 2 മുൽക്കുണ്ട്. ഈ ദുനിയാവിലുള്ള അധികാരം,
അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആഖിറത്തിലുള്ള അധികാരം അത് വളരെ ശക്തമാണ്. ദുനിയാവിലെ അധികാരം പോലെയല്ല. ദുനിയാവിൽ പലരും ഞാനും ഭരണാധികാരിയാണ്, അധികാരിയാണെന്ന് അവകാശപ്പെടുന്ന പലരും ഉണ്ടാവാം. പക്ഷേ യാതൊരാളും അവകാശവാദം ഉന്നയിക്കാത്ത ഭരണമാണ്, അധികാരമാണ് റസൂലുള്ളാഹിക്കുള്ളത്. അതുകൊണ്ടാണ് അവിടെ ശ്രദ്ധാപട്ടമീമുള്ളത്. ദാല് എന്നാൽ വദാലിദ്ദവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരായ മുഹമ്മദിലുള്ള ദാല് ദവാമിൻ്റെ ദാലാണ്. ഈ പറഞ്ഞ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന നബി തങ്ങളെ കാലത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പും റസൂലുള്ളാഹി തങ്ങൾ നബിയായപ്പോഴും അതിൻ്റെ ശേഷവും അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ എന്നുള്ളത് എന്നെന്നും വാതകമാണ്. ജനിക്കുന്നതിൻ്റെ മുമ്പും ജനിച്ചതിൻ്റെ ശേഷവും വഫാത്തിൻ്റെ ശേഷവും ഇനി മഹ്ശറിലും. അതുപോലെ നബി തങ്ങൾക്ക് ദുന്യാവിലുള്ള ഭരണം, അധികാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം വേണ്ടാന്ന് വെച്ചതല്ലേ. അധികാരം വേണ്ട, രാജാധികാരം വേണ്ട, രാജാവ് എന്ന പദവി വേണ്ട എന്നാണ്. നമ്മൾ സലാത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അബ്ദുർ റസൂലാക്കി, ലാ മലിക്കൻ നബിയ എന്ന് ഹംദിൻ്റെ കൂട്ടത്തിൽ ചൊല്ലുന്നുണ്ട്. നബിയായ രാജാവല്ല നബി, റസൂലായ അബ്ദായ ഒരു ഭരണാധികാരിയാണ്. അടിമകളുടെ സ്വഭാവത്തിലാണ് റസൂലുള്ളാഹി ജീവിച്ചിരുന്നത്. നബി തങ്ങൾക്ക് സിംഹാസനമുണ്ടായിരുന്നില്ല. നബി തങ്ങൾക്ക് വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾക്ക് വ്യക്തിപരമായി രാജാക്കന്മാർക്കുള്ള ഒന്നും തന്നെ നബി തങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. അത് നബി തങ്ങൾക്കെന്നാൽ അധികാരം നബി തങ്ങൾക്കാണ്. ആ അധികാരം എന്നെന്നും നിലനിൽക്കുന്നതാണ്. ദുന്യാവിലുള്ള അധികാരവും ആഖിറത്തിലുള്ള അധികാരവും. ദുന്യാവിലുള്ള അധികാരം നബി തങ്ങൾക്ക് നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ഈ ലോകത്ത് മറ്റൊരു ഭരണാധികാരിയല്ല വന്നത്. ആ ഭരണാധികാരികൾക്കുള്ള പേര് ഖലീഫ എന്ന. നബി തങ്ങളുടെ ഭരണം, നബി തങ്ങൾക്ക് പ്രതിനിധിയായി ഭരിക്കാനുള്ളവർ, നബി തങ്ങൾ അവരെ ഖിലാഫത്താണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഭരണാധികാരി റസൂലുള്ളാഹി തന്നെയാണ്, അവരുടെ ഖലീഫ, പകരക്കാര് എന്നല്ലാതെ ഒന്നാം ഭരണാധികാരി റസൂലുള്ളാഹി, രണ്ടാം ഭരണാധികാരി സിദ്ദീഖുൽ അക്ബർ, അങ്ങനെ പറയാൻ പാടില്ല. നബി തങ്ങൾക്ക് ഖലീഫയാണുള്ളത്. പിന്നീട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫത്തു റസൂലില്ലാഹി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത് യാ ഖലീഫത്തി റസൂലില്ലാഹ്. അങ്ങനെ രണ്ട് ഖലീഫ കൂട്ടി റസൂലുള്ളാഹിൻ്റെ ഖലീഫൻ്റെ ഖലീഫ എന്ന് വിളിച്ചപ്പോഴാണ് അവർ മുശാവറ കൂടി തീരുമാനിച്ചത്. അങ്ങനെ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ല, ഖലീഫൻ്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ആയിക്കോട്ടെ. അങ്ങനെയാണ് അമീറുൽ മുഅ്മിനീൻ പ്രയോഗം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വേണ്ടി വരുന്നത്. നാം പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ദുന്യാവിലുണ്ടായിരുന്ന അധികാരം, ആ അധികാരം എന്നെന്നും നിലനിൽക്കുന്നതും ഒരു കാലത്തും നശിക്കാത്തതും, ദുന്യാവിലും അത് നശിക്കുന്നതല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഈ ലോകത്ത് മുഴുവനും എപ്പോഴും പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് 5 വഖത്തിലുള്ള ബാങ്കുകൾ ലോകത്ത് ഓരോരോ സമയത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ളുഹർ ബാങ്ക് എല്ലാ സമയത്തും കൊടുക്കപ്പെടുകയാണ്. അസർ ബാങ്ക്, അതുപോലെ മഗ്രിബ് ബാങ്ക്, ഇശാ ബാങ്ക്, സുബഹി ബാങ്ക് ലോകത്ത് മുഴുവനും ഓരോരോ സമയത്തും പല സ്ഥലത്തായി കൊടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബാങ്കല്ല, എല്ലാ ബാങ്കും 5 വക്തും. കാരണം ഭൂമിയുടെ കിടപ്പ് ഉരുണ്ടതായത് കൊണ്ട് തന്നെ ഓരോരോ സെക്കൻഡിൽ സൂര്യൻ പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ചില സ്ഥലത്ത് നട്ടുച്ച, ചില സമയത്ത് സ്ഥാനത്ത് നീലതിനോളം, ചില സ്ഥലത്ത് അസ്തമിച്ചു കൊണ്ടേയിരിക്കുന്നു, മറ്റു സ്ഥലത്ത് മേഘത്തിൽ കടിഞ്ചുകൊപ്പ് മാഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മറ്റു ചില സ്ഥലത്ത് ഫജ്ർ സ്വാദിക്ക് ഒളിവായും കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു സമയത്ത് തന്നെ 5 വക്ത് ബാങ്കുകളും പരസ്പരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിലെല്ലാം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നിയമങ്ങൾ ഈ ഭൂമിയിലേക്ക് എത്തിച്ചു കൊടുത്ത് അത് നടപ്പിൽ വരുത്തുന്നവരാണ്. കണ്ടോ, നബിയാണ് നടപ്പിൽ വരുത്തുന്ന ആള്. അത് നടപ്പിൽ വരുത്താൻ നബിൻ്റെ കീഴിലുള്ള നബി തങ്ങൾ നിശ്ചയിച്ച നബി തങ്ങൾക്കുള്ള ഖലീഫമാരാണ് പിൽക്കാലത്തുള്ളവർ.
അതുപോലെ ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് അധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അഹ്മദ് റിപ്പോർട്ട് ഇങ്ങനെയാണ്: എൻ്റെ മുമ്പുള്ള ഒരു അമ്പിയാക്കൾക്കും നൽകപ്പെടാത്ത എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്നെ പറ്റി കേൾക്കുമ്പോൾ പേടി കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട് എന്ന് കേട്ടാൽ മതി, ശത്രുക്കൾ പേടിച്ചു വിറക്കും. ഭൂമിയുടെ ചാവികൾ മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു: ബുഇസ്തു ബിജവാമിൽ കലീം വനുസിർതു ബിർറുഅബ് വബൈന അന നായിമുൻ റഅയ്തുനി ഉതീതു ബിമഫാതി ഖസായിനിൽ അർള് ഫൗളിഅത് ഫീ യദി. ഭൂമിയുടെ ഖജനാവിൻ്റെ ചാവികൾ മുഴുവനും എനിക്ക് നൽകപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതെൻ്റെ കയ്യിൽ വെക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അടുത്താണ് അതുള്ളത്. ഒരു മനുഷ്യനിക്ക് ദുന്യവിയായ ഉഖ്റവിയായ എന്ത് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു കൊടുക്കണം. നബി തങ്ങൾ തുറന്നു കൊടുക്കാതെ ഒരാൾക്കും ഒരു ഖൈറും ലഭിക്കൂല. വേറെ ഹദീസിൽ കാണാം, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വൽ മഫാത്തിഹു യൗമഇദിൻ ബിയദി വലിവാഉൽ ഹംദി യൗമഇദിൻ ബിയദി വഅന അക്രമു ഉൽദി ആദമ അലാ റബ്ബി യതൂഫു അലയ്യ അൽഫു ഖാദിമിൻ കഅന്നഹും ബീളും മക്നൂൻ എന്ന് പറയുന്ന ദീർഘമായ ഒരു ഹദീസാണത്. അതിൽ പറയുന്നുണ്ട്, അന്ന് എല്ലാവിധ ചാവികളും എൻ്റെ അടുക്കലാണ്. ഞാൻ സമ്മതം കൊടുക്കാതെ സ്വർഗത്തേക്ക് ഒരാളും കടക്കൂല. എൻ്റെ അനുമതിയില്ലാതെ ദുനിയാവിൽ ഒരാൾക്കും മുസ്ലിം ആവാൻ സാധ്യമല്ല. ദുനിയാവിൽ ഒരാൾക്കും ഒരു ഖൈറും ലഭിക്കൂല. ഇതെല്ലാം മഹാന്മാരായ ഔലിയാക്കളായ സൂഫിയാക്കളൊക്കെ വളരെ മശൂറായ ചർച്ചകളാണിത്. അതൊരു ബഹറാണ്, ചർച്ചയുടെ ബഹറാണ്. അതിലേക്ക് കടന്നു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലെടുത്താണ് ലോകത്തിൻ്റെ മുഴുവനും ഖജനാവുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദയിലുണ്ട് വർത്താനം പറയുന്നു, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബൈത്തുണ്ട്, എന്താ? മാസാമനിദ്ദഹ്റു ളൈമൻ വസ്തജർതു ബിഹി ഇല്ലാ വനിൽതു ജിവാറൻ മിൻഹു ലം യുളമി. മാസാമനിൽ ദഹ്റു, ദഹ്ർ എന്ന കാലം എന്നാണെങ്കിലും കാലത്തിൻ്റെ അഹ്ലുകാർ എന്നർത്ഥം വെക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ കാലത്തിനോട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു അക്രമവും വന്നിട്ടില്ല. ഒരു ദുന്യാവിൽ വെച്ച് എനിക്കൊരു അതിക്രമവും ഒരു അക്രമവും എനിക്ക് പിടിപെട്ടിട്ടില്ല, വിഷമം എനിക്ക് പിടിപെട്ടിട്ടില്ല. വസ്തജർതു ബിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കാവലിനെ തേടി, അഭയം തേടി. ഇല്ലാ വനിൽതു ജിവാറൻ മിൻഹു ലം യുളമി, തടയപ്പെടാത്ത വലിയതായ ജിവാറ്, നിസാരമാക്കൽ, ലം യുളമി ലം യുഹ്കർ, നിസാരമാക്കപ്പെടാത്ത വലിയ സഹായം എനിക്ക് നബി തങ്ങളെ വക്കൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ ഇല്ല. എന്ത് വിഷമം, ദുന്യവിയായ വിഷമം, ഉഖ്റവിയായ വിഷമം, സാമ്പത്തികമായ വിഷമം, ശാരീരികമായ വിഷമം, മാനസികമായ വിഷമം, ഒരു മനുഷ്യനിക്ക് ദുന്യാവിൽ എന്തെല്ലാം വിഷമമുണ്ടോ അതിൽപ്പെട്ട ഏതൊരു വിഷമം വന്നിട്ടും ഞാൻ നബി തങ്ങളോട് കാവലിനെ തേടിയിട്ട് എനിക്ക് വലിയ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു. ബുർദയിലെ 80-ാമത്തെ ബൈത്താണത്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ ആ പറഞ്ഞ ശൈലി അവർക്ക് വലിയൊരു ഇഷ്ടപ്പെടാത്ത മാതിരിയുണ്ട്. അവർ പറയാണ്, വഹാദൽ മഅന ലൈസ മഖ്സൂസൻ ബിന്നാളിം, എന്ത് വിഷമം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് വലിയ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് എന്ന് പറഞ്ഞത് അതത്ര ശരിയല്ല. കാരണം ഇത് ഇബ്നു ഹജർ, ഇത് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിൻ്റെ മാത്രം പ്രത്യേകത അല്ല.
വഹാദൽ മഅന ലൈസ മഖ്സൂസൻ ബിന്നാളിം. ഇത് ബെയ്ത്തുണ്ടാക്കിയതായ പദ്യം രചിച്ചതായ ബുസൂരി ഇമാമിനെ കൊണ്ട് മാത്രം പ്രത്യേകമായ വിഷയമൊന്നുമല്ല. ബൽ ഹുവ ഹാസിലുൻ ലിഗാലിബിൽ മുസ്ലിമീൻ, അധിക മുസ്ലിമീങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. മിൻ ഉമ്മത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആര് നബി തങ്ങളോട് എന്ത് വിഷമത്തിന് കാവല ചോദിച്ചാലും അത് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും കിട്ടിയിട്ടുണ്ട്. فما توسل به صلى الله عليه وآله وسلم أحد إلا وقد نال مطلوبه لكرامته على ربه عز وجل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ആദരിക്കപ്പെട്ടവരായതിന് വേണ്ടി തന്നെ നബി തങ്ങളെ കൊണ്ട് ആര് തന്നെ സഹായം തേടിയാലും വഖദ് നാല മത്ലൂബഹു, അവൻ്റെ ലക്ഷ്യം അവൻ പൂർത്തിയാക്കിയിരിക്കും. അത് ഒരാളെ പ്രത്യേകമല്ല. കൈഫ വഹുവ സയ്യിദുൽ മുർസലീൻ വഅക്രമുൽ ഖൽഖി അജ്മഈൻ വലഹു ശഫാഅത്തുൽ ഉളുമാ വൽ മഖാമുൽ അസ്മാ. എങ്ങനെയാണ് നബി തങ്ങൾ അക്രമല്ലാതിരിക്കുക, അള്ളാഹു ആദരിച്ചവരല്ലാതിരിക്കുക? അവർ മുർസലീങ്ങളുടെ നേതാവാണ്. എല്ലാ പടപ്പുകളിൽ വെച്ചും ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ കരീമായവരാണ്, ഏറ്റവും വലിയ ഷഫാഅത്തിൻ്റെ ഉടമയാണ്, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൻ്റെ ഉടമയാണ്. അങ്ങനെയുള്ള നബി തങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ അത് അള്ളാഹ് പൂർത്തിയായി കൊടുക്കാതിരിക്കുകയോ? ഒരിക്കലും സംഭവിക്കൂല. അതുകൊണ്ട് എനിക്ക് വിഷമം വന്നു, ഞാൻ അള്ളാഹുവോട് തേടി, എനിക്ക് കിട്ടി എന്ന് എനിക്ക് എന്ന് ഫഖറായി പറയേണ്ട വിഷയമല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളത് തന്നെയാണിത്. അത് ആ ശൈലിനോട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾക്കുള്ള ഒരു വെറുപ്പ് കാട്ടെടുത്ത് നമുക്കെല്ലാവരും കിട്ടുന്നതല്ലേ. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് സഹായം ലഭിക്കുന്നത്? ഈ വർഷം 2025 തുടക്കത്തിൽ, ദർസ് തുടങ്ങുന്ന തുടക്കത്തിൽ, ഞങ്ങൾ ജാമിയ തഹ്ഖീഖുൽ ഉലൂം ഇസ്ലാമിയ എന്ന കോളേജിൽ കുട്ടികൾക്ക് എല്ലാവർക്കും രോഗം, എല്ലാവർക്കും ഒരേമാതിരി രോഗം വന്നപ്പം കോളേജ് പൂട്ടി. പഠനം നടത്തി നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല. മഞ്ഞപ്പിത്തത്തിന് കാരണം എന്താണെന്ന് കാണുന്നില്ല, വെള്ളത്തിന് കേടില്ല. അങ്ങനെ ഒരു ലീവ് കഴിഞ്ഞു, രോഗം സുഖപ്പെട്ടു, അധികാലം വന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, രാവിലെ ഉസ്താദന്മാർ പറഞ്ഞു, കുറേ ആൾക്ക് രോഗികളാണ്, ജമാഅത്തിന് ആൾ കുറഞ്ഞപ്പോൾ. പിറ്റേന്ന് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, പകുതിയിലേറെ ആൾ രോഗികളായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ലീവാക്കിയേ പറ്റൂല, രണ്ടാമത്തെ ദിവസം ലീവാക്കിയേ പറ്റൂല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ച് ശഫാഅത്ത് തവസ്സുലാക്കലേ മാർഗമുള്ളൂ. എല്ലാവരും വിളിച്ചു കൊണ്ടുവന്നു. സുബഹിസ്കാരത്തിൻ്റെ ദിവസമായിരുന്നു. ഞങ്ങൾ മങ്കൂസ് മൗലിദ് ഓതി. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ والظلم والضعف الشديد فاسعدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك سعدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يقتدي എന്ന അവസാനത്തെ ബൈത്ത് ആവർത്തിച്ച് ഞങ്ങൾ 3 വട്ടം ആവർത്തിച്ച് ജവാബടക്കം. ആദ്യത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശമൊക്കെ സോക്കട് മാറലുടങ്ങി. രണ്ടാമത്തെ ദിവസവും ചൊല്ലി 3 ദിവസം പറഞ്ഞത് ചെല്ലാൻ. 3 ദിവസം മങ്കൂസ് മുഴുവൻ ഓതി കഴിഞ്ഞതോടുകൂടെ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായി. പിന്നെ അങ്ങനത്തെ രോഗം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ധർമ്മം, ലോകത്തിൻ്റെ ഖജനാവ് നബി തങ്ങളുടെ അടുക്കലാണ്. നബി തങ്ങളുടെ അടുക്ക് ആര് തന്നെ ചോദിച്ചാലും അത് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് എന്ന് മാത്രം പറയേണ്ട, ഒരു കുത്തക ആവശ്യപ്പെടേണ്ടത് ആർക്കുമില്ല. നബി തങ്ങൾ എല്ലാവരുടെയും നബിയാണ്. നബി തങ്ങളുടെ റഹ്മത്ത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. നബി തങ്ങളെ ഹയാത്ത് കാലത്ത് എന്ന് പറയേണ്ടതില്ല. പിന്നീട് ഇമാം ബുസൂരി പറയുന്നു, وَلَلْتَمَسْتُ غِنَى الدَّارَيْنِ مِنْ يَدِهِ إِلَّا اسْتَلَمْتُ النَّدَى مِنْ غَيْرِ مُسْتَلَمٍ وَلَاسْتَلَمْتُ غِنَى الدَّارَيْنِ مِنْ يَدِهِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കൽ നിന്ന് ദുനിയാവിലെയും ആഖിറത്തിലെയും ഗിന,
ഞാൻ നബി തങ്ങളോട് ചോദിച്ചിട്ടില്ല. ദുനിയാവിലുള്ള ആവശ്യങ്ങളിൽ എനിക്കൊരു പൂർണ്ണത വേണം, ആഖിറത്തിലുള്ള ആവശ്യങ്ങളിലും എനിക്ക് പൂർണ്ണത വേണം. ദുനിയാവിലുള്ള ആവശ്യം എന്താ? സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗസംബന്ധമായ പ്രതിസന്ധികൾ, മാനസികമായ പ്രതിസന്ധികൾ, അതൊന്ന് തീരണം. അതാണ് ദുനിയാവിലെ ഖിന. അത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ല. അതുപോലെ ആഖിറത്തിലുള്ള ഖിന, ആഖിറത്തിലുള്ള ഖിന എന്താ? സ്വാലിഹായ അമലുകൾ ധാരാളമായി ചെയ്യലുകൊണ്ട് അതിനേക്കുള്ള തൗഫീക്ക് ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ടില്ല, നബി തങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇല്ലസ്സലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി, എല്ലാ ഖൈറുകളും ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടല്ലാതെ ഇല്ല, ഞാൻ പിടി ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. ഇല്ലസ്സലം തുന്നദാ, സഹായം ഞാൻ ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല, വലിയതായ ഖൈർ ഞാൻ ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല. മിൻ ഖൈരി മുസ്തലമി, വലിയ വലിയ സഹായങ്ങൾ കൊടുക്കുന്നവരായ നബി തങ്ങളുടെ ഉത്തമമായ അനുഗ്രഹങ്ങളിൽ നിന്ന്, നബി തങ്ങളെ വക്കൽ നിന്ന് ഞാനത് ഏറ്റെടുത്തിട്ടല്ലാതല്ല. കൈ നീട്ടി തരുന്ന മാതിരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക്കൽ നിന്ന് എന്ത് തന്നെ ചോദിച്ചാലും, ദുന്യവിയായ ആവശ്യം ചോദിച്ചാലും ഉഖ്റവിയായ ആവശ്യങ്ങൾ ചോദിച്ചാലും, സമ്പന്നത ദുന്യാവിലെയും ആഖിറത്തിലെയും സമ്പന്നത നബി തങ്ങളോട് ചോദിച്ചാൽ രണ്ടിലും സമ്പന്നത നബി തങ്ങളുടെ വക്കൽ നിന്ന് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ബുസൂരി ഇമാമ്. അതുപോലെ നമ്മളിൽപ്പെട്ട ഓരോരുത്തരും അത് ഏറ്റെടുത്തവരായിരിക്കും. അനുഭവങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഓരോരുത്തരും തീരൂല. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറുൽ അജ്വദുന്നാസ്, എന്നെന്നും ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. നബി തങ്ങളുടെ ധർമ്മം നിലനിൽക്കുന്നതല്ല, തീരുന്നതല്ല. കാരണം മഫാത്തിഹു ഖസാഇനിൽ അർള്, ഭൂമിയുടെ ഖജനാവിൻ്റെ ചാവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, നബി തങ്ങളാണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ഘട്ടങ്ങളെല്ലാം ആ ചാവി ഉപയോഗിച്ചിട്ടുണ്ട്. വല്ലാത്ത ഉപയോഗമാണ്. മുമ്പൊരുക്കോ ഒന്നിൻ്റെ ഉദാഹരണം തുടക്കത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് പോകുമ്പോൾ ഭക്ഷണം തീർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ ഒട്ടകം യുദ്ധത്തിന് കൊണ്ടുപോകുന്ന യുദ്ധത്തിൻ്റെ പടക്കോപ്പുകളിൽപ്പെട്ട ഒട്ടകങ്ങൾ അറുത്ത് ഭക്ഷിക്കട്ടെ. നബി തങ്ങൾ സമ്മതം കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു, അത് പാടില്ല. നബി തങ്ങളോടും പറഞ്ഞു, അത് പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മഫാത്തിഹുൽ അർള് കൊണ്ടിട്ട്, മഫാത്തിഹു ഖസാഇനുൽ അർള് കൊണ്ടിട്ട് അതിനൊക്കെ തീരുമാനം കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണമുള്ളത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അത് വിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്തു, ഈ നിറച്ച് നിങ്ങളെടുത്തുള്ള പാത്രങ്ങൾ മുഴുവനും വാരി നിറച്ചോളി. എല്ലാവരും വാരി നിറച്ചു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ചിന്തിച്ചാൽ അറ്റമില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഖന്തക്ക് കിടങ്ങ് കയറുമ്പോൾ, സഹിയായ ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഹദീസിൻ്റെ കിതാബെല്ലാം ഉള്ളതാണ്. നബി തങ്ങൾക്ക് വളരെ വിഷമമുള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. മഫാത്തിഹു ഖസാഇനിൽ അർള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലായതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ കാരണങ്ങൾ വേണം, ആവശ്യക്കാർ വരണം, അപ്പോഴേ അത് ചോദിക്കണം, അപ്പോഴേ അത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ആദിയായ സാധാരണഗതിയിൽ പോകുന്നത് പോലെ പോകും. ഖന്തക്കിൽ കിടങ്ങ് കയറുന്നു, എല്ലാവർക്കും വിഷമമാണ്, എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ശത്രുക്കൾ വരുന്നതിൻ്റെ മുമ്പ് വളരെ ദീർഘമായ വലിയ കിടങ്ങ് കയറേണ്ടതുണ്ട്. ഓരോരുത്തർക്ക് ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് അളന്ന് കൊടുത്തിട്ട് ഓരോ സംഘത്തിനിക്ക് അവർ ആ പണി പൂർത്തിയാക്കി കൊടുക്കണം. അവർക്കും പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. ആ കച്ചവടക്കാർക്ക് കച്ചവടത്തിന് സാധനങ്ങൾ പുറത്തു പോയി കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യമല്ല, അടിയന്തരാവസ്ഥയാണ്. എല്ലാവരും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയാണ് അവിടെ വരുന്നത് എന്നല്ലാതെ എല്ലാവരും ഒന്നുമില്ലാത്തവരായിട്ടല്ല. സാമ്പത്തിക ശേഷികളും തോട്ടങ്ങളും ഈത്തപ്പന മരങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാവർക്കും കൃഷിയുള്ളവർക്ക് കൃഷിയുണ്ട്. പക്ഷേ അതിൽ നിന്ന് കനികൾ എടുക്കാനോ പുറത്തു പോയി കൊണ്ടുവരാനോ സമയമല്ല. അത്രയും അടിയന്തരാവസ്ഥയാണ്.
ഈ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമം കണ്ട് ഭാര്യയുമായി മുഷാവറ ചെയ്ത് വലിയ ചരിത്രമാണ്. അവർ ആ വീട്ടിലുള്ള ഒരു ഗോതമ്പം കൊണ്ട് പൊടിച്ചു, അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി. വീട്ടിലുള്ള ഒരു ആടും കുട്ടി ഏകദേശം 10 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് അവിടെ ഉള്ളത്. അത് അറുത്തു. എല്ലാം റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു നബി തങ്ങളോട് പോയി സ്വകാര്യം പറഞ്ഞു. ഞാൻ ഹദീസുകൾ വായിക്കുന്നില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഒരു 10-ൽ താഴെ ഉള്ള ആളുകളും വരണം, ചെറിയ ഭക്ഷണമുണ്ട് വീട്ടിൽ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ച് പറഞ്ഞു, എല്ലാവരും ജാബിറിൻ്റെ വീട്ടിലേക്ക് പോകണം. ജാബിർ നമ്മളെല്ലാവരെയും ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ജാബിറിൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. ഉറക്കെ വിളിച്ച് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു മുന്നിൽ പോയി ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹിയും സഹാബത്ത് മുഴുവനും വരുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, ബിക്ക വബിക്ക, ഇതെല്ലാം നിങ്ങളെക്കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, പരസ്യമായി പറയണ്ട എന്ന് നിങ്ങൾ എന്നെ വെറ്റി തീർത്തതല്ലേ, നമ്മളെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ബാക്കിൽ മുന്നിൽ വന്നു, സഹാബത്ത് ബാക്കിൽ. ജാബിർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. ജാബിർ റളിയല്ലാഹുവിനോട് തങ്ങൾ പറയുന്നുണ്ട്, മാംസം നിൽക്കുന്ന പാത്രം, ചെമ്പ് അവിടെ തന്നെ നിൽക്കട്ടെ. റൊട്ടി ഉണ്ടാക്കാൻ അയൽവാസികളെ വിളിച്ചു വരുത്തണം. അങ്ങനെ വിളിച്ചു വരുത്തി റൊട്ടി ഉണ്ടാക്കി. ആ റൊട്ടിയുടെ പൊടിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് വായിൽ വെച്ച് ഒന്ന് അതിലേക്കൊന്ന് മന്ത്രിച്ചു. അതിലേക്ക് നബി തങ്ങളെ ശറഫായിട്ട് ഉമിനീർ ആക്കി. അതുപോലെ തന്നെ ആ റൊട്ടിയിലുമാക്കി. എന്താ സംഭവിച്ചത്? ആ വന്ന ആളുകൾക്ക് മുഴുവനും ഭക്ഷണം കൊടുത്തു. വീട്ടുകാർ എല്ലാവരും വേണ്ടതുപോലെ കഴിച്ചു. മദീന നിവാസികൾക്ക് മുഴുവനും കൊടുത്തയച്ചു. ഭക്ഷണം തീരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഫാതീഹുൽ അർള് അത് ഉപയോഗപ്പെടുത്തുകയാണത്. മഫാതീഹു ഖസാഇനിൽ അർള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്തിയതാണത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമ മോചന പത്രം എഴുതിയത് വലിയ സംഭവമാണ്. 100 ചെറിയ പുതുതായി കായ്ച്ച 100 ഈത്തപ്പന എല്ലാം പുതുതായി കായ്ച്ചതായിരിക്കണം, പുതിയ തെയ്യ കായ്ച്ചതായിരിക്കണം. വലിയ തന്തച്ചെടികൾ ആവശ്യമില്ല, തന്തമരം പറ്റൂല. പുതുതായി കായ്ച്ച തെയ്യായിരിക്കണം, അത് ആദ്യമായി കായ്ച്ചതായിരിക്കണം. അങ്ങനെയുള്ള 100 ഈത്തപ്പന വേണം. പിന്നെ ഏകദേശം 5 കിലോ സ്വർണവും വേണം. ഏകദേശം 5 കിലോ സ്വർണം. ഇതിനാണ് മോചനപത്രം എഴുതിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥലം റെഡിയാക്കി. തെയ്യ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. 99 എണ്ണം റസൂലുള്ളാഹി നട്ടു. ഒന്ന് വേറെ ഒരാൾ നട്ടു. റസൂലുള്ളാഹി നട്ടതെല്ലാം 1 വർഷം കൊണ്ട് കായ്ച്ചു. മറ്റത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായപ്പോൾ നബി തങ്ങൾ ചെന്നു. ആ ഒറ്റ ഈത്തപ്പഴത്തിൻ്റെ മുരടിൽ നിന്ന് പറിച്ചെടുത്തു. 2ാമത് റസൂലുള്ളാഹി വെച്ചു. അതും മറ്റതുപോലെ തന്നെ ആയി. ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അദ്ദേഹത്തിന് കഥ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് കൊടുക്കേണ്ടത് 5 കിലോ സ്വർണമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താ? നബി തങ്ങളുടെ അടുക്ക് ഒരു കോഴിമുട്ടൻ്റെ വലിപ്പത്തിലുള്ള സ്വർണ്ണക്കട്ടുണ്ടായിരുന്നു. അതെടുത്ത് കൊടുത്തു സൽമാനിക്ക്, ഇതിൽ നിന്ന് തൂക്കിക്കൊടുക്ക്. അത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കോഴിമുട്ടൻ്റെ വലിപ്പത്തിലുള്ള ആ സ്വർണത്തെ നാവ് കൊണ്ട് ഒന്നായിട്ട് തടകി. ഇത് കൊണ്ടുപോയി ഇതിൽ നിന്ന് പൊട്ടിച്ച് തൂക്കി കൊടുത്താളാ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഉടമസ്ഥനിക്ക്, ജൂതനിക്ക് ആ കോഴിമുട്ടൻ്റെ വലിപ്പത്തിലുള്ള ആ സ്വർണ്ണക്കട്ടയിൽ നിന്ന് പൊട്ടിച്ച് തൂക്കിക്കൊടുത്തു. 5 കിലോ തികച്ച് തൂക്കിക്കൊടുത്തു. പിന്നെ അതിലേറെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ബാക്കിയായി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. 1, 2, 3, 4 അല്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസുണ്ട്. ബുഖാരിയിലുള്ള ഹദീസാണ്. ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയാതിരിക്കുകയാണ്.
സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് കൂടെ പോയപ്പോൾ ഒരു ആയത്ത്, ഒരു സദക്കൻ്റെ ആയത്ത് ഓതി കൊടുത്തത് തഫ്സീർ വായിച്ചു. അവർ തഫ്സീറും പറഞ്ഞു കൊടുത്ത് വിട്ടു. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു, അവരോടും ഇതുപോലെ തന്നെ ആയത്തിൻ്റെ അർത്ഥം ചോദിക്കുന്നു, അവരർത്ഥം പറഞ്ഞു കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. പിന്നീട് വരുന്നത് റസൂലുള്ളയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ കണ്ടപ്പോഴും തന്നെ പുഞ്ചിരിച്ചു, കൈപിടിച്ചു, പോരുക തന്നെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പാത്രത്തിൽ അല്പം പാല് ഹദിയായി വന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്, നബി തങ്ങൾ പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട്, സുഫത്തിൻ്റെ അയൽക്കാർ എല്ലാവരെയും വിളിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിൽ വേജാറുണ്ട്, എനിക്ക് തുള്ളിയും കിട്ടൂലല്ലോ, കാരണം അവരതിന് മാത്രം ആളുകളുള്ളതല്ലേ. സുഫത്തിൻ്റെ അയൽക്കാർക്ക് മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുടിക്കാൻ കിട്ടും, ഒരു ഗ്ലാസ്സല്ലേ ഉള്ളൂ. നബി തങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് വരുത്തി വീട്ടിലിരുത്തി ഓരോരുത്തർക്കായി കൊടുക്കാൻ പറഞ്ഞു. ഓരോരുത്തരും വയറ് നിറച്ച് കുടിച്ചു, പാത്രം തിരിച്ചു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു, അടുത്ത ആൾക്ക് കൊടുത്തു. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും നിങ്ങളെ ബാക്കിയുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ നീ കുടിക്ക്. വയറ് നിറച്ച് കുടിച്ചു. റസൂലുള്ളാഹി പിന്നെയും കുടിക്ക്. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി എനിക്ക് കൊള്ളൂല. പിന്നെ റസൂലുള്ളാഹി കുടിക്കുന്നു, മറ്റുള്ള വീട്ടുകാർക്ക് കൊടുക്കുന്നു. ഇതെന്താ സംഭവം? ഒരാൾക്ക് തികയാത്ത പാലാണ് 100 കണക്കിന് ആളുകൾ കുടിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചാവി ഒന്നാണ് കൊടുക്കുകയാണ് അവിടെ.